ഹായ്. ഭാര്യയും ഭർത്താവും നല്ല കേൾക്കാൻ തന്നെ ഇമ്പം തോന്നുന്ന ഒരു വേർഡ്സാണല്ലോ, ഒരു വാക്കുകളാണ് ഈ ഭാര്യ എന്നും ഭർത്താവ് എന്നും പറയുന്നത്. അതുപോലെ മക്കൾ, കൊച്ചുമക്കൾ, അച്ഛൻ, അമ്മ, അമ്മാവൻ, അമ്മായി ഇതെല്ലാം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മലയാളം വാക്കുകളാണ്. പക്ഷേ എന്തുകൊണ്ടോ അധികം ആളുകളും ഭാര്യയെപ്പറ്റി പറയുമ്പം, ആണുങ്ങൾ പറയുമ്പം ഭാര്യയെപ്പറ്റി പറയുമ്പം വൈഫ് എന്നാണ് എപ്പോഴും ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ അധികം കേട്ടിട്ടുണ്ട്. അതിൻ്റെ വൈഫ് അങ്ങനെയാണ്, ഇത് വൈഫ് അവിടെ പോയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ വൈഫ് വീട്ടിലില്ലായിരുന്നു എന്നൊക്കെ വൈഫിനെ പറ്റിയും. അതുപോലെ തന്നെ സ്ത്രീകൾ പറയുമ്പം ഹസ്ബൻഡ് അങ്ങനെയാണ്, എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ. പക്ഷേ മക്കളെ പറ്റി പറയുമ്പോൾ മക്കൾ എന്ന് പറയും, മോൻ എന്നും മോൾ എന്നും പറയും, അച്ഛൻ എന്നും അമ്മ എന്നും പറയും മലയാളത്തിൽ. പക്ഷേ ഭർത്താവിനെ പറ്റി പറയുമ്പോൾ മാത്രം എൻ്റെ ഭർത്താവ് എന്ന് പറയുന്നത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അങ്ങനെ പറയുന്നത് കേട്ടുള്ളൂ. എല്ലാവരും പറയുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ, എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ. അങ്ങനെ ഒരു ഇംഗ്ലീഷ് വാക്ക് ഈ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കാര്യത്തിൽ മാത്രമേ ഈ ഒരു ഇംഗ്ലീഷ് വാക്ക് അധികമായിട്ട് കേൾക്കാറുള്ളൂ. എൻ്റെ ഡോട്ടർ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എൻ്റെ സൺ ഇങ്ങനെയാണെന്ന് ഇതുവരെ ഞാൻ കേട്ടിട്ടേ ഇല്ല. ആരും അങ്ങനെ പറയുന്നതായിട്ട് കേട്ടിട്ടില്ല. എല്ലാവരും പറയുമ്പോൾ എൻ്റെ മോൻ അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ മോൾ ഇങ്ങനെ ചെയ്തു, മോൾ അവിടെയാണ് പഠിക്കുന്നത് അങ്ങനെ പറയും. അല്ലെ അങ്ങനെ അച്ഛനെ പറ്റിയാണ് പറയുന്നത്, എൻ്റെ ഫാദർ അങ്ങനെയായിരുന്നു, എൻ്റെ മദർ അങ്ങനെയും പറയാറില്ല. പക്ഷേ ഈ ഒരു കാര്യം മാത്രം. അതുപോലെ ആണുങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ ഇന്നലെ വൈഫ് ഹൗസിലായിരുന്നു. അത് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, വൈഫ് ഹൗസിൽ നിന്ന്. ഭാര്യ വീട് എന്ന ഇത്രയും മനോഹരമായൊരു പദം ഉണ്ടാകുമ്പം എന്തിനാണ് ഇത് നമ്മൾ പിന്നെ വൈഫ് ഹൗസ് എന്നൊക്കെ പറഞ്ഞൊരു വൈറ്റ് ഹൗസ് പോലത്തെ ഒരു വേർഡൊക്കെ യൂസ് ചെയ്യുന്നത്? ഞാൻ അത് കേൾക്കുമ്പോൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് എന്നുള്ളത് ശരി തന്നെയാണെങ്കിലും, കേൾക്കാൻ സുഖമുള്ള മലയാളത്തിൽ ഭാര്യ വീട് എന്ന ആ പദം ഉണ്ടാകുമ്പം നമ്മൾ എന്തിനാണ് വൈഫ് ഹൗസ് എന്നൊക്കെ കഷ്ടപ്പെട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്? അതുപോലെ ഈ ഹസ്ബൻഡ് വൈഫ് ഈ രണ്ട് പദങ്ങളും നമ്മൾ ഉപയോഗിക്കേണ്ട സ്ഥലങ്ങളിൽ എൻ്റെ ഭർത്താവ് എങ്ങനെയാണ്, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ പേര് ഇതാണ്, ഭർത്താവ് അവിടെ പോയിരിക്കുകയാണ് എന്ന് നല്ല മനോഹരമായൊരു പദം തന്നെയല്ലേ ഈ ഭർത്താവ് എന്നുള്ളതും ഭാര്യ എന്നുള്ളതും. അപ്പം നമ്മളതൊന്ന് അറിയാതെ പറഞ്ഞു പോകുന്നതായിരിക്കും, അങ്ങനെ വന്ന് വായിൽ വരുന്നതായിരിക്കും. പക്ഷേ ഈ രണ്ട് വാക്കുകൾക്ക് മാത്രം എന്താണ് ഇത്ര പ്രത്യേകത എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അപ്പോൾ നമ്മളത് മാറ്റി ഭാര്യ എന്നും ഭർത്താവ് എന്നൊക്കെ ആക്കിയാലും നല്ലതായിരിക്കും. പിന്നെ കേൾക്കാൻ സുഖമുള്ള അല്ലേ ഭാര്യ എന്നും ഭർത്താവ് എന്നൊക്കെ.